വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. നമ്മളിന്ന് മൂതാക്കര ഹാർബറിലാണ് നിൽക്കുന്നത്. രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് നമ്മളിവിടെ ഹാർബറിലെത്തിയത്. ഇവിടെ ഹാർബറിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു വള്ളം പോലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ തന്നെ നമ്മളൊരു കുറച്ച് വീഡിയോ ഒന്ന് എടുത്ത് വെച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ വാടി ഹാർബറിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വീഡിയോ എടുത്തതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളീ കാണുന്നത്. ആകെ ഒരു വള്ളം മാത്രമേ വന്നിട്ടുള്ളൂ. അത് കൂടാതെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. മഴ കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വാടി ഹാർബറിലോട്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മൂതാക്കര ഹാർബറിൽ ആദ്യം വന്നപ്പോഴത്തേക്കും 6 മണിയോടുകൂടി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേലക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വള്ളങ്ങളൊന്നും അടുക്കാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും വാടി ഹാർബറിലോട്ട് പോയി. അവിടെ കുറച്ച് വള്ളങ്ങളെല്ലാം ഓടിപ്പോകുന്നത് കണ്ടായിരുന്നു. ഇപ്പം ബാക്കി വള്ളങ്ങൾ വരുന്നതും കാത്ത് നിൽക്കുന്ന കുറച്ച് പേരാണ് ഈ കാണുന്നത് നിങ്ങൾ. നമ്മളിപ്പോൾ വാടി ഹാർബറിൽ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് വള്ളങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞ് ആ വള്ളങ്ങളെല്ലാം വലയ്ക്കകത്തുനിന്ന് മീൻ അഴിച്ച് മാറ്റി അവിടെ ലേലവും ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ലേലത്തിനായിട്ട് മീൻ കൊണ്ടുപോകാനുള്ള ഈ തിരക്കാണ് ഈ കാണുന്നത് ഈ വന്നിട്ടുള്ള വള്ളങ്ങളിൽ. ഈ വന്നിട്ടുള്ള എല്ലാ വള്ളങ്ങളിലും തന്നെ അധികം മുമ്പ് നിങ്ങൾ പഴയ വീഡിയോയിൽ കണ്ടതിന് കണക്ക് അതിനു വേണ്ടി വലിയ മീനുകളൊന്നുമില്ല. വളരെ കുറച്ച് മീനുകളേ ഉള്ളൂ. കൂടുതലും വന്നിരിക്കുന്നത് നങ്കും കിളിമീനും, പിന്നെ 1-2 വള്ളത്തിൽ മാത്രം ചാളയും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ വള്ളത്തിലും ചെറിയ ഞണ്ട്, കൊഞ്ച്, പിന്നെ കുറേ കക്ക, അങ്ങനെ കുറേ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കുറേ പേർക്കും കിട്ടിയിട്ടുള്ളത്. കൂടുതലും നങ്ക്, കിളിമീൻ ഇതൊക്കെ തന്നെയായിരുന്നു എല്ലാ വള്ളങ്ങളിലും ഉണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ മാക്സിമം എല്ലാവരും നല്ല സപ്പോർട്ട് തരണം. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം മാക്സിമം. നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ നമുക്ക് വീണ്ടും ഓരോരോ വീഡിയോയൊക്കെ നമുക്ക് എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
ഈ 300 310 എല്ലാം വിളിക്കുന്നത് കണ്ടിട്ട് ആരും ഞെട്ടണ്ട. ആക്ച്വലി ഇവർ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3100 3000 എന്നുള്ള ആ ഒരു റേറ്റാണ്. അവർ ആ ടോട്ടൽ അത് വെയിറ്റ് നോക്കി വെച്ചാൽ അത്രയും രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്. അത് ഷോർട്ടായിട്ടാണ് അവർ 310 300 എന്നൊക്കെ വിളിച്ച് ലേലം വിളിച്ച് പോകുന്നത്. അതുമല്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു വെളിയിൽ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടുന്നത് ഭയങ്കര വിലയാണ്. വെളിയിൽ മേടിക്കാൻ കിട്ടുന്നത് വില കൂടുതൽ തന്നെയാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ട് വരുന്ന മീനിൻ്റെ വിലയുടെ ഇരട്ടീൻ്റെ നമുക്ക് വെളിയിൽ വരുമ്പോഴത്തേക്കും അത് റേറ്റ് വരുന്നത്. അത് കൈമാറി വരുമ്പോഴത്തേക്കും മീനിൻ്റെ വില കൂടുകയാണ് ചെയ്യുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ ന്യൂസിലും എല്ലാത്തിലും കണ്ടായിരുന്നു മത്തിക്ക് 300 രൂപ. അവർക്ക് അതിൻ്റെ പകുതി പോലും അത്രയും കഷ്ടപ്പെട്ട് പോയി പിടിച്ചുകൊണ്ട് വരുന്നതിന് പകുതി വില പോലും മത്സ്യത്തൊഴിലാളിക്ക് കിട്ടാറില്ല. ഈ കൂടി നിൽക്കുന്ന എല്ലാവരും കറിക്ക് മീനെടുക്കാൻ വന്നവരും ലേലം വിളിച്ച് മീനെടുക്കാൻ വന്നവരുമാണ് കൂടുതലും നിൽക്കുന്നത്. പിന്നെ ഈ പ്രായമുള്ള അപ്പച്ചന്മാരെല്ലാവരും വന്നിട്ടുള്ളത് ഈ ഹാർബറിനോടടുത്ത് തന്നെ ജീവിച്ചു വരുന്ന അപ്പച്ചന്മാരാണ് കൂടുതലും നിൽക്കുന്നത്. ഇവരുടെ വീടൊക്കെ അടുത്ത് തന്നെയാണ്, ഹാർബറിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇവരുടെയൊക്കെ വീടുകളും വരുന്നത്. അപ്പോൾ ഇവർ പണ്ട് കാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളായിരുന്നു. ഇപ്പോൾ
ശാരീരിക പ്രശ്നം കാരണം അവർ മത്സ്യത്തൊഴിലാളി ഇതിന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ജീവിത രീതി വന്നതുകൊണ്ട് തന്നെ അവർ രാവിലെ വെളുപ്പിനെ നേരത്തെ എണീക്കും. അവരിപ്പോഴും ഹാർബറിൽ രാവിലെ വന്ന് അവരുടെ ബാക്കിയുള്ള ടൈം കൂടുതലും അവർ സ്പെൻഡ് ചെയ്യുന്ന ഇത് കടലും വള്ളവും മീനും ഇതൊക്കെ ആയിട്ട് തന്നെയാണ്. അവർ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ഈ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് കറിക്കുള്ള മീനും ഒക്കെ കൊടുത്തിട്ടാണ് അവരെ വിടുന്നത്.